ഹായ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിറച്ച് പൂവുണ്ടായിരിക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കും. കാരണം മണ്ണിൽ നിന്നും അതിന് വളങ്ങൾ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ചെറിയൊരു പോട്ടിലല്ലേ നട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പ്രാവശ്യം കനകമയിൽ എന്ന് പറഞ്ഞൊരു ഗാർഡൻ മിക്സറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 മാസം മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. ഞാൻ ഇതിക്ക് മുന്നേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിട്ട് കളയേണ്ട, എന്തായാലും എല്ലാവരും വാങ്ങിക്കോളൂ. അപ്പോൾ ഈ ഒരു അഡീനിയം ഇതുവരെ പൂത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും അതിനും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ ഒരേ സ്പൂൺ വെച്ചിട്ടാണ് ചേർക്കുന്നത്. വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് 2-3 സ്പൂണ് ചട്ടിയുടെ അരികിൽ കണ്ടിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഓർക്കിഡ് പ്ലാന്റിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെറുതെ ചട്ടിയുടെ പുറത്തേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയ തൈകൾ വരികയും അതുപോലെ തന്നെ സ്റ്റെമ്മായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് ഫ്ലവർ വരികയും ചെയ്തിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഒരു സ്പൂൺ വെറുതെ ഇട്ട് കൊടുത്തു. നമുക്ക് പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ വേണമെങ്കിൽ നമുക്കത് പൊതിഞ്ഞിട്ട് ഓർക്കിഡ് പോട്ടിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് ഈ വളം ചേർത്തതിന് ശേഷം വന്ന പൂക്കളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ചെറിയ ചട്ടിയിലാണ് ഞാൻ നട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ എങ്കിലും ഞാനത് ഒത്തിരി സന്തോഷത്തോടെ ആസ്വദിക്കാറുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട